മറ്റൊരു കുടുംബം ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് യാസിർ കുടുംബമാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും പിതാവ് യാസിർ റളിയല്ലാഹു അൻഹുവും ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹുവും, ഈ 3 പേർ ഇസ്ലാമിൻ്റെ ആദ്യകാല ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന സ്വഹാബികളിൽപ്പെട്ട 3 പേരാണ്. അതിൽ ഇവർ 3 പേരും ഉപ്പയും ഉമ്മയും മകനും ഇസ്ലാം സ്വീകരിച്ചു. അവരെയും മരുഭൂമിയിലായിരുന്നു മുശ്രിക്കീങ്ങൾ കൊണ്ടുവന്ന്, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലായിരുന്നു അവരെ പീഡിപ്പിക്കാനായി അവരെ കെട്ടിയിട്ട് നിർത്തിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈ 3 പേരെയും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അടുത്തുകൂടി കടന്നുപോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് സബ്രൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കുക എന്നായിരുന്നു. യാസിർ കുടുംബമേ ക്ഷമിക്കുക, ഫൈന മൗഇദകും അൽ ജന്ന, നിങ്ങൾക്കുള്ളത് സ്വർഗമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യാസിർ റളിയല്ലാഹു അൻഹു ആ പീഡനത്തിനിടയിൽ മരിച്ചു. ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ് എന്ന പേരിൽ അറിയപ്പെട്ട ആദ്യത്തെ വ്യക്തിയായി മാറി. ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ്, ഈ ആദർശം പിൻപറ്റിയതിൻ്റെ പേരിൽ ഈ ലോകത്ത് ആദ്യമായി ഷഹീദായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. അബൂജഹൽ അവരുടെ ഗുഹ്യഭാഗത്ത് കുന്തം കൊണ്ട് കുത്തി തറച്ചിട്ടാണ് അവരെ കൊല്ലുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അമ്മാർ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവും മാതാവും മരിച്ചതിന് ശേഷവും പീഡനത്തിൽ തുടർന്നു. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ എത്രത്തോളം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ അമ്മാർ റളിയല്ലാഹു അൻഹു ആ മുശ്രിക്കീങ്ങൾ പറഞ്ഞ ഇസ്ലാമിനെതിരെയുള്ള കുഫറിൻ്റെ വാചകം പറഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞുപോയി. ആക്രമണങ്ങളും പീഡനങ്ങളും അത്രത്തോളം ആയപ്പോൾ പറഞ്ഞു പോയതാണ്, നാക്കിൽ നിന്ന് വന്നു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. വലിയ അപരാധമാണ് ചെയ്തത്. ഇസ്ലാമിലായി കഴിഞ്ഞിട്ട് ഇസ്ലാമിനെ വീണ്ടും കുഫ്ർ ചെയ്യുക, നാവുകൊണ്ടെങ്കിലും പറഞ്ഞു പോയതാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങളും പീഡനങ്ങളും സഹിക്കാൻ വയ്യാഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിച്ചു. അമ്മാർ റളിയല്ലാഹു അൻഹു കുഴപ്പമില്ല, അമ്മാറിൻ്റെ ഈമാനൊരു കുഴപ്പവുമില്ല. അത്രത്തോളം പീഡനങ്ങളേറ്റപ്പോൾ പറഞ്ഞുപോയ അമ്മാറിന് ഒരു കുഴപ്പവുമില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും വിശ്വാസത്തിന് ശേഷം പിന്നീട് കുഫർ ചെയ്താൽ, കുഫറിൻ്റെ വാചകങ്ങൾ പറഞ്ഞു പോയാൽ, ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ സമാധാനത്തോടു കൂടി ഏറ്റവും ഉറപ്പായ രൂപത്തിലുണ്ട്, പക്ഷേ നിർബന്ധാവസ്ഥയിൽ പറഞ്ഞു പോയതാണ്, പ്രശ്നമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഖുറൈശികളുടെ ഉപദ്രവങ്ങളേറ്റ ദുർബലരായ മനുഷ്യർ മറ്റു പലരും മക്കയിലുണ്ടായിരുന്നു. ആമിർ ഇബ്നു ഫുഹൈറ പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിജറ പോകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ വേണ്ടി ആട്ടിൻപറ്റത്തെ കൊണ്ടുപോയ സ്വഹാബിയാണ് ആമിർ ഇബ്നു ഫുഹൈറ. ആദ്യകാലത്ത് പീഡിപ്പിക്കപ്പെട്ട സ്വഹാബിയാണ്. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ അടിമസ്ത്രീയായിരുന്ന ഹമ്മാമ എന്നു പേരുള്ള മഹദിയായ സ്വഹാബി വനിത, അബൂ ഫുഖൈഹ എന്നു പേരുള്ള അഫ്ലഹ് എന്ന സ്വഹാബി, ഇവരൊക്കെ അടിമകളായിരുന്നു. അതുപോലെ തന്നെ മറ്റടിമ സ്ത്രീകളായിരുന്നു സുനൈറ എന്നു പേരുള്ള സ്വഹാബി വനിത, നഹദിയ എന്നു പേരുള്ള സ്വഹാബി വനിത, അതുപോലെ തന്നെ സുഹൈബ് എന്ന് പറയുന്ന സ്വഹാബി. ഇവരൊക്കെ സുഹൈബ് റളിയല്ലാഹു അൻഹു സ്വതന്ത്രനാണ്, ബാക്കിയുള്ളവരൊക്കെ അടിമകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം സ്വീകരിച്ചു എന്ന പേരിൽ മക്കക്കാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആദ്യകാല മുസ്ലിങ്ങളാണ് ഈ പറഞ്ഞ എല്ലാവരും. ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹുവിനെ എന്താണ് താൻ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകാൻ പറ്റാത്ത രൂപത്തിൽ മാനസികമായി ബാധിക്കുന്ന രൂപത്തിൽ മക്കക്കാർ ഉപദ്രവിച്ചിരുന്നു. സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ യജമാനൻ. ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മാത്രമല്ല, പല അടിമകളെയും ആദ്യകാലത്ത് വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സ്വന്തം സമ്പത്ത് കൊണ്ടും തൻ്റെ ശരീരം കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും ഈ ദഅവത്തിനെ, ഇസ്ലാമിക ദഅവത്തിനെ ഇങ്ങനെ സഹായിച്ചൊരു മനുഷ്യനുണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിലെ ഏറ്റവും ആദ്യത്തെ മഹത്വത്തിൻ്റെ പദവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം അവകാശപ്പെട്ടതാണ്. അമ്പിയാക്കന്മാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഈ ഉമ്മത്താണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്. ആ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹത്വമുണ്ട്. ഒന്നാമത്തെ ഖലീഫയാണ്. യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഇസ്ലാമിക ലോകത്ത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത്. പല ആളുകളും അത് പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു ആ ഖിലാഫത്തിന് അർഹത. അബൂബക്കർ സിദ്ദീഖ്
തട്ടിയെടുത്തതാണ് ഖിലാഫത്ത്. പല രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ സ്വഹാബികൾ അലി റളിയല്ലാഹു അൻഹുവിനെ തഴഞ്ഞതാണ് എന്ന് ഷീഈകളുടെ കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഇന്നും കേരളീയ സമൂഹത്തിലടക്കം ആളുകൾ വിശ്വസിക്കാറുണ്ട്. പക്ഷെ അതല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അന്ന് മുതലേയുള്ള പണ്ഡിതന്മാരുടെ ഏകോപിപ്പിച്ച അഭിപ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന പ്രമാണബദ്ധമായി സ്ഥിരപ്പെട്ട കാര്യമാണ്, പ്രവാചകന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തിന് നേതൃത്വം ഏറ്റെടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത് വ്യക്തിത്വമായി ആളുകൾ നിശ്ചയിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സുനൈറ റളിയല്ലാഹു അൻഹ, ആ മഹദിയെ ഉപദ്രവിച്ച് മഹദിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ നഹദിയ എന്ന് പറയുന്ന അടിമയായ സ്ത്രീ, ഉമ്മു ഉബൈസ് എന്ന് പറയുന്ന അടിമ സ്ത്രീ, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. ഈ പറഞ്ഞ അടിമകളായ സ്വഹാബി വനിതകളെയൊക്കെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബികളെ പ്രബോധനം കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അന്ന് ആളുകൾ ഉപദ്രവിച്ചിരുന്ന ദുർബലരായ അടിമകളെ സ്വന്തം കാശ് കൊടുത്ത് വില കൊടുത്ത് വാങ്ങി ഇസ്ലാമിൻ്റെ പേരിൽ മോചിപ്പിച്ച ആൾ കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂ ഫുക്കൈഹ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ അടിമയായിരുന്നു. ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൻ്റെ അടിമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാലിൽ കയറിട്ട് നിലത്തുകൂടി വലിച്ചിഴക്കലായിരുന്നു ആ ഗോത്രത്തിലുള്ള ആളുകളുടെ ഒരു ഹോബി, അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. അതുപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹും സഈദ് റളിയല്ലാഹു അൻഹും അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. മക്കക്കാർ ഉപദ്രവിച്ചിരുന്ന സ്വഹാബികളിൽപ്പെട്ടവരാണ്. ഖാലിദ് ഇബ്നു സഈദ് ഇബ്നുൽ ആസ്, അതുപോലെ ഇങ്ങനെയുള്ള സ്വഹാബികളൊക്കെ മക്കക്കാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചിരുന്ന സ്വഹാബികളിൽ എണ്ണപ്പെട്ട സ്വഹാബികൾ.